പ്രിയങ്ക ഗാന്ധി തന്റെ വിജയത്തിന് ശേഷം ഇതാ വയനാട് കാണാൻ എത്തിയിരിക്കുകയാണ്. ഇനി വയനാടിന്റെ ശബ്ദമായി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് പ്രിയങ്ക സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യം ഓടിയെത്തിയത് ഡൽഹിയിൽ വയനാടിനായി കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ സമ്മേളനത്തിലേക്കായിരുന്നു. ഏറ്റവും കൂടുതൽ ഇന്ന് ദുരിതം അനുഭവിക്കുന്നവരാണ് വയനാട്ടുകാർ. വീടും മണ്ണും ഉറ്റവരും കൈയും മെയ്യും കാലുമില്ലാത്തവർ. അവർക്കായി ചെയ്തു തീർക്കാനും പ്രിയങ്കയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നേ എന്ന് തുടങ്ങണം. സഹോദരൻ അവസാനിപ്പിച്ചെടുത്തു നിന്നാണ് സഹോദരി തുടങ്ങുന്നത്. ഒരു സ്ഥാനാർത്ഥിയായ വയനാട്ടിൽ നിന്നും തിരിച്ച പ്രിയങ്ക തിരിച്ചിറങ്ങുന്നത് MP ആയിട്ടാണ്. വയനാടിന്റെ MP ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണെന്ന് കേരളത്തിലെ ഏക വനിതാ MP പ്രിയങ്കയ്ക്കുള്ളത്. തന്റെ കന്നിയംഗത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി പോൾ ചെയ്തതിന്റെ 3/4% തന്റെ സ്വന്തമാക്കി. വയനാടിന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ ഇനി പ്രിയങ്കയുണ്ട്. അവളുടെ വരവിനെ ഇന്ദിരയുടെ 2ാം വരവെന്ന് വിളിക്കുന്നത് വെറുതെയല്ല. തന്റെ കന്നി തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ഇത്രയും പ്രിയങ്കരിയാകുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. രാഹുലിനൊപ്പം പാറ പോലെ ഉറച്ചവരാണ് വയനാട്ടുകാർ. അവർക്കൊപ്പം ഞാൻ അവരുടെ പ്രതീക്ഷ കാക്കുമെന്ന് ഉറപ്പു തരികയാണ് പ്രിയങ്ക ഗാന്ധി. ആ ഉറപ്പിനെ വിശ്വസിച്ച വയനാട്ടുകാരുടെ മുന്നിലേക്ക് ഇതാ നന്ദി അറിയിക്കാൻ പ്രിയങ്ക വരികയാണ്. 2 ദിവസത്തെ സ്വീകരണ പരിപാടികൾക്കാണ് ഇരുവരും പങ്കെടുക്കുക. പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയും വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. കാരണം കേരള സാരിയിൽ തനി മലയാളി ലുക്കിലായിരുന്നു പ്രിയങ്ക ഭരണഘടന കയ്യിൽ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. വയനാട് MP ആയി വ്യാഴാഴ്ചയായിരുന്നു പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ നടത്തിയത്. കേരളത്തിൽ നിന്നുമുള്ള ഏക വനിതാ ലോക്സഭാംഗമെന്ന വിശേഷണത്തോടെയാണ് പ്രിയങ്ക വയനാട് MP ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്തതോടെ കുടുംബത്തിലെ 3 പേർ MP മാരാണെന്ന പ്രത്യേകതയും ഗാന്ധി കുടുംബത്തിനുണ്ട്. വയനാട്ടിൽ നിന്നും 4 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് കന്നി പ്രിയങ്ക ഗാന്ധി വിജയമുറപ്പിച്ചത്. വയനാട്ടിൽ 64.27% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73.57% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമായിരുന്നു വയനാട്. നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാനന്തവാടിയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. UDF-ന് വേണ്ടി പ്രിയങ്ക ഗാന്ധി മത്സരത്തിനെത്തിയതോടെ ദേശീയ ശ്രദ്ധ കൂടി ആ മണ്ഡലത്തിൽ വീണ്ടും ആകർഷിക്കുകയായിരുന്നു. കോഴിക്കോട് വന്നിറങ്ങിയ പ്രിയങ്കയെ സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് ഉന്നത നേതാക്കൾ ഉണ്ടായിരുന്നു. പ്രിയങ്കയ്ക്ക് കോൺഗ്രസ് നൽകിയ ഉജ്ജ്വല സ്വീകരണം നമുക്കൊന്ന് കാണാം.